ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേദികളാണ് കേട്ടോ, വെന്യൂസാണ്. നമ്മുടെ ഏഷ്യൻ ഗെയിംസിൻ്റെയും കോമൺവെൽത്ത് ഗെയിംസിൻ്റെയും അതേപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പിൻ്റെയൊക്കെ വേദികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ചെറിയ ചെറിയ കോഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ PSCയുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാത്രമല്ല കുറച്ച് പഴക്കമുള്ളതും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ സെറ്റാക്കിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏഷ്യൻ ഗെയിംസ് നോക്കാം. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത് 1951 കേട്ടോ. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്, നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഏത് വർഷമാണ്? 1951 ന്യൂഡൽഹിയിൽ. പിന്നെ ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയിൽ തന്നെ, അതായത് ന്യൂഡൽഹിയിൽ തന്നെ 1982 നടന്നിട്ടുണ്ട്. ഓക്കെ, അത് 9th ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വർഷം? ആദ്യത്തെ വർഷം 1951 ന്യൂഡൽഹിയിൽ. അതേപോലെ തന്നെ അടുത്ത വർഷം ഏതാ? 1982, അതും ന്യൂഡൽഹിയിൽ തന്നെ. പക്ഷേ 9ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. അപ്പോൾ ന്യൂഡൽഹിയിലായതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. രണ്ടും ന്യൂഡൽഹിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഇനി വർഷം ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. ആദ്യത്തെ 1951 ഓർത്ത് വയ്ക്കണം, ഫസ്റ്റ് അല്ലേ, അപ്പം 1 വെച്ചിട്ട് തന്നെയാണ് അവസാനിക്കണേന്ന് ആലോചിക്കുക. പിന്നെ 9ാമത്തെ വരുന്നത് 1982. അപ്പോൾ 5 ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 8 പോലെ ആക്കിക്കൂടെ? അതേപോലെ തന്നെ 1 മാറ്റിക്കഴിഞ്ഞാൽ 2 ആയിട്ട് എഴുതിക്കൂടെ? അപ്പോൾ അത് 2 ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ ഏതൊക്കെ വർഷങ്ങളാണ് നടന്നിട്ടുള്ള ഏഷ്യൻ ഗെയിംസ്? 1951 1982 കേട്ടോ. ഇനി 18ാമത്തെ, അതായത് 2018 18ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത്. എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യയിലാണ് കേട്ടോ. എവിടെയാണ്? ഇന്തോനേഷ്യ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? ആദ്യത്തെ നടന്നിട്ടുള്ളത് ഇന്ത്യയിലാണ്, അതുപോലെ തന്നെ 9ാമത്തെ നടന്നിട്ടുള്ളതും നമ്മുടെ ന്യൂഡൽഹിയിലാണ് അല്ലേ. അത് കഴിഞ്ഞിട്ട് 18ാമത്തെ തൊട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ത്യയിലായതുകൊണ്ടാണ് 2 നമ്മൾ പഠിച്ചത്, ന്യൂഡൽഹി വെച്ചിട്ടുള്ള 2 വർഷം നമ്മൾ പഠിച്ചത്. ഇനി 18ാമത്തെ എന്ന് പറയുമ്പോൾ ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ, ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ കേട്ടോ. അതിനിടയിലുള്ള വർഷങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. പിന്നെ 4 വർഷം കൂടുമ്പോഴാണല്ലോ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ്. അടുത്ത തൊട്ട് ഞാനൊരു കോഡ് പറയാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹായ് ഡോറ എന്ന് ആലോചിക്കുക. നമ്മുടെ ഡോറ ബൂജി ഇല്ലേ, ഹായ് ഡോറ, കാർട്ടൂൺ ക്യാരക്ടർ കേട്ടോ. ഹായ് ഡോറ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഹായിനകത്തുള്ള H എന്ന് പറഞ്ഞാൽ ഹാങ്സോ ആണ്, ചൈനയല്ല, ഹാങ്സോ. ഇനി HAI അല്ലേ, ഇനി AI എന്താ? ഐച്ചി നഗോയ. എവിടെയാണ്? ജപ്പാനിലാണ് കേട്ടോ. അടുത്തത് നമ്മുടെ ഡോറ, അതിനകത്ത് ഡോ ആണ്. ഡോ എന്ന് പറയുന്നത് ഡോഹയാണ്. പിന്നെ 6 അല്ലേ, ഡോറേനകത്ത് 6 ആണ് കേട്ടോ. അപ്പം 6 വെച്ചിട്ട് റിയാദ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ, ഏഷ്യൻ ഗെയിംസിൻ്റെ ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലായിരുന്നു, അല്ല ഇന്ത്യയിലാണ്, 1951. പിന്നെ 9ാമതാണ് നടന്നിട്ടുള്ളത്, അത് 1982. 5 മാറിയിട്ട് എന്തായിട്ട് മാറി? 8 ആയിട്ട് മാറി. 1 മാറിയിട്ട് 2 ആയിട്ട് മാറി. അതും ന്യൂഡൽഹിയിൽ തന്നെയാണ്, അതായത് ഇന്ത്യയിൽ. പിന്നെ 18ാമത്തെയാണ്, അത് ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ ബാക്കിയുള്ളതാണ് നമ്മൾ കോഡ് വെച്ചിട്ട് സെറ്റാക്കിയത് കേട്ടോ. എന്താണ്? നമ്മുടെ ഹായ് ഡോറ എന്നുള്ള രീതിയിൽ ഹാങ്സോ, ഐച്ചി നഗോയ, ഡോഹ, റിയാദ്. അടുത്ത് നമുക്ക് ഫിഫ വേൾഡ് കപ്പിൻ്റെ നോക്കാം കേട്ടോ. ഫിഫ വേൾഡ് കപ്പിൻ്റെ ആദ്യമായിട്ട് ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് 1930 കേട്ടോ. ഉറുഗ്വേയിലായിരുന്നു. വിന്നേഴ്സ് ഉറുഗ്വേ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നടന്നിട്ടുള്ളത് 2014 മുതലുള്ള ആട്ടോ നമ്മൾ നോക്കുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഫിഫ വേൾഡ് കപ്പ്. 2014 ബ്രസീലിലാണ് നടന്നിട്ടുള്ളത്, വെന്യൂ ബ്രസീലാണ്. ജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ് കേട്ടോ. 2018 4 വർഷത്തിന് ശേഷം റഷ്യയിലാണ് നടന്നിട്ടുള്ളത്. വിന്നേഴ്സ് ഫ്രാൻസ് ആണ്. 2022 അതായത് ഈ വർഷം ഖത്തറിലാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. 2026 കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, ഇവിടെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇനി ഇത് ഓർക്കാനുള്ള കോഡ് പറയാം കേട്ടോ. അത്ര നല്ല കോഡൊന്നുമല്ല, പക്ഷെ നമുക്ക് എക്സാമിന് എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് കിട്ടണം, അതിനുവേണ്ടി മാത്രം പറയുന്നതാണ്. ഒരു ബാർബിക്യൂ എന്നൊക്കെ നമുക്കറിയില്ലേ, ബാർബിക്യൂ ചിക്കൻ. ഒരു ബാർബിക്യൂ ചിക്കൻ വന്നുവിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് ആലോചിക്കുക, കെയിമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഉറുഗ്വേ കേട്ടോ, ഉറുഗ്വേ. പിന്നെ ബാർബിക്യൂവിൻ്റെ B വെച്ചിട്ടാണ് ബ്രസീൽ, 6 വെച്ചിട്ട് റഷ്യ, പിന്നെ ഖത്തർ. BRQ എന്ന് ആലോചിക്കണേ, BRQ. ഓക്കെ, ബ്രസീൽ, റഷ്യ, ഖത്തർ. പിന്നെ കെയിമാണ് നമ്മുടെ C വെച്ചിട്ടുള്ള കാനഡ, A വെച്ചിട്ടുള്ള അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക, പിന്നെ ME ആണ്, മെക്സിക്കോ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബാർബിക്യൂ, കെയിം എന്നുള്ള രീതിയിൽ ആലോചിക്കും. അപ്പോൾ ഫിഫ വേൾഡ് കപ്പാണ്. ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ഫുട്ബോളാണ് അല്ലേ. ഫുട്ബോൾ എന്നൊക്കെ പറയുമ്പോൾ ബാർബിക്യൊക്കെ കഴിച്ചിട്ട് നല്ല ശക്തിയോടെയൊക്കെ നമുക്ക് കളിക്കണം, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ കോഡാണ് ഒരു ബാർബിക്യൂ ഗെയിം കേട്ടോ.
ഇനി ഇതിനകത്ത് വേണമെങ്കിലുണ്ടല്ലോ ആര് ജയിച്ചു, ഏത് വർഷം ആരൊക്കെ ജയിച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, 1930 ഉറുഗ്വേയിലാണ് നടന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ ഒരു കേട്ടോ. അപ്പോൾ ജയിച്ചിട്ടുള്ളത് ഉറുഗ്വേ തന്നെയാണ്. അപ്പോൾ അത് ആലോചിക്കാമല്ലോ. ഇനി 2014 നടന്നിട്ടുള്ളത് ബ്രസീലിലാണ്, ജയിച്ചിട്ടുള്ളത് ജർമ്മനിയാണ്. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർക്ക്, മെനി ആൾക്കാർക്ക് സീൽ ചെയ്തൊക്കെ കിട്ടിയെന്ന് ആലോചിക്കുക കേട്ടോ. നമ്മൾ ഈ പ്രാക്ടിക്കൽ ബുക്കിലൊക്കെ സീല് കിട്ടില്ലേ, അങ്ങനെ കുറേ മെനി ആൾക്കാർക്ക്, അതാണ് നമ്മുടെ ജർമ്മനി, മെനി ആൾക്കാർക്ക് സീല് കിട്ടിയെന്ന് ആലോചിക്കുക, ബ്രസീലാണ്. ഓക്കെ, അടുത്ത റഷ്യ, അവിടുത്തെ വിന്നേഴ്സ് എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. അപ്പം ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാൻസ് ആലോചിക്കാം. ഓക്കെ, അപ്പം ഫാൻസിൻ്റെ ഒക്കെ ഒരു റഷ് ആണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. ഏതെങ്കിലും സെലിബ്രിറ്റി ഒക്കെ വരുന്ന സമയത്ത് ഫാൻസിൻ്റെ ഒക്കെ ഒരു റഷ് ആയിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പോൾ റഷ്യ, അവിടുത്തെ വിന്നേഴ്സ് ആരാണ്? ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടണം എന്നില്ല, നിങ്ങൾ റിവൈസ് ചെയ്തൊക്കെ ഒന്ന് നോക്കുക കേട്ടോ, കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണേ. അടുത്ത് നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നോക്കാം. ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയിട്ടുള്ളത് ഏത് വർഷമായിരുന്നു? 1930 അല്ലേ? അതേ വർഷം തന്നെയാണ് കോമൺവെൽത്ത് ഗെയിംസും. അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഫുട്ബോളാണല്ലോ. അപ്പോൾ ഫുട്ബോളിൻ്റെ ആ ഒരു ബോൾ പോലെ തന്നെ 0 തന്നെയാണ് കേട്ടോ അതിൻ്റെ വർഷം വരുന്നത്, 1930. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസും 1930 തന്നെയാണ് കേട്ടോ. പിന്നെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആ ഒരു പേര് വരുന്നതിനേക്കാളും മുമ്പ് ഈ ഗെയിംസിൻ്റെ പേര് എംപയർ ഗെയിംസ് എന്നായിരുന്നു. എന്താണ്? ഇന്റർ എംപയർ ഗെയിംസ് എന്നായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലേക്ക് വന്നിട്ടുള്ളത്. ഇനി അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചല്ലോ എവിടെയാണ്? 1930 ഹാമിൽട്ടൺ ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ലാസ്റ്റ് കണക്ട് ചെയ്ത് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകണം കേട്ടോ. ഇനി 19ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത് 2010 ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പോൾ 2010 ന്യൂഡൽഹി. പിന്നെ ഓരോ 4 വർഷം കൂടുമ്പോൾ അല്ലേ. അപ്പോൾ 2014 ഗ്ലാസ്കോ ആണ്, 2018 ഗോൾഡ് കോസ്റ്റ് ആണ്, 2022 നിങ്ങൾക്ക് അറിയാം ബിർമിംഗ്ഹാം ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ, ബിർമിംഗ്ഹാം ആണ്, നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നടക്കാൻ പോകുന്നത് 2026 നടക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയയിലാണ്, അതായത് ഓസ്ട്രേലിയയിലാണ്. ഇനി കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോണ്ടല്ലോ, ഈ വെൽത്തുമായിട്ട് നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, വെൽത്ത്, സമ്പത്ത് അല്ലേ. അപ്പോൾ വെൽത്ത്, ടണ്ണ് കണക്കിന് വെൽത്ത് ഉണ്ടെന്ന് ആലോചിക്കുക. ഒരുപാട് സമ്പത്തുണ്ട്, അതായത് ടണ്ണ് കണക്കിന് വെൽത്ത് ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ടണ്ണാണ് നമ്മുടെ ഹാമിൽട്ടൺ. ഓക്കെ, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നിട്ടുള്ളത് എവിടെയാണ്? ഹാമിൽട്ടണിലാണ്. വർഷം ഏതാ? നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ അതേ വർഷം കേട്ടോ, 1930. പിന്നെ അപ്പം അത് നമ്മൾ പഠിച്ചു, നമ്മൾ വെൽത്ത് വെച്ചിട്ട് അത് കണക്ഷൻ കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി ബാക്കിയുള്ള വർഷങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ന്യൂ ഗ്ലാസ് ഗോൾഡ്. അപ്പോൾ നമ്മുടെ വെൽത്ത് എന്ന് പറയുമ്പോൾ കാശ്, വെൽത്തും ഗോൾഡുമായിട്ടൊക്കെ കണക്ട് ചെയ്തൂടെ. അപ്പോൾ നമ്മളൊരു പുതിയ ഗ്ലാസ് വാങ്ങിച്ച് ആ ഗ്ലാസിൻ്റെ കളർ എന്താണ്? ഗോൾഡ് കളറാണ്. ഓക്കെ, ന്യൂ ഗ്ലാസ് ഗോൾഡാണ്. ഇനി ഗോൾഡും ഗ്ലാസും തമ്മിൽ മാറിപ്പോവണ്ട. അപ്പോൾ അതിന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിലൊന്ന് ഓർത്താൽ മതി അല്ലേ. GL ശേഷമാണ് GO വരിക അല്ലേ. അപ്പോൾ ന്യൂ ഗ്ലാസ് ഗോൾഡ് കേട്ടോ, പുതിയ ഗ്ലാസ് ഗോൾഡ്. അപ്പോൾ വെൽത്തുമായിട്ട് നമ്മളവിടെ കണക്ഷൻ കൊടുത്തു ഗോൾഡ് വെച്ചിട്ട്. അപ്പോൾ ന്യൂ ആണ് നമ്മുടെ ന്യൂഡൽഹി, അത് കഴിഞ്ഞ് 4 വർഷം കഴിയുമ്പോൾ ഗ്ലാസ്കോ, അത് കഴിഞ്ഞിട്ടാണ് ഗോൾഡ് കോസ്റ്റ്. ഓക്കെ, 2022 നിങ്ങൾക്ക് അറിയാമല്ലോ, ബിർമിംഗ്ഹാം ആണ് അല്ലേ. അതിന് ഞാൻ പ്രത്യേകിച്ച് കോഡൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ബിർമിംഗ്ഹാം ആണ്. പിന്നെ ലാസ്റ്റ് 2026 നടക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വിക്ടറിയൊക്കെ വന്നു കഴിഞ്ഞാലല്ലേ നല്ല രീതിയിലൊക്കെ വെൽത്ത് കിട്ടുക. നമുക്ക് ജയമൊക്കെ വന്നു കഴിയുമ്പോഴാണ്, വിക്ടറിയൊക്കെ വന്നു കഴിയുമ്പോഴാണ് വെൽത്തൊക്കെ നന്നായിട്ട് കിട്ടുക എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വർഷം ഏതാ? 2026, ഇനി വരാൻ പോകുന്ന വർഷം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുമ്പോൾ നടന്നിട്ടുള്ള വർഷം ഏതാ? നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടന്നിട്ടുള്ള അതേ വർഷം തന്നെ 1930 ഓക്കെ, അതേപോലെ തന്നെ ആദ്യമായിട്ട് നടന്നിട്ടുള്ളത് ഹാമിൽട്ടണിലാണ്. ഓക്കെ, ഹാമിൽട്ടണിലാണ്. അപ്പോൾ നമ്മുടെ വെൽത്ത് വെച്ചിട്ട് നമ്മൾ കണക്ഷൻ കൊടുത്തു, ടണ്ണ് കണക്കിന് വെൽത്ത് ഉണ്ടെന്ന് ആലോചിച്ചു. പിന്നെ ജസ്റ്റ് ന്യൂ ഗ്ലാസ് ഗോൾഡ് എന്ന് ആലോചിച്ചു അല്ലേ. പുതിയ ഗ്ലാസ് ആണ്, ഗോൾഡിൻ്റെ ഗ്ലാസ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചു. 2022 ബിർമിംഗ്ഹാം ആണ്, 2026 വിക്ടോറിയ ആണ്, സ്റ്റേറ്റ് ഓഫ് വിക്ടോറിയ. വിക്ടറിയും വെൽത്തുമായിട്ടൊക്കെ ഒരു കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നിട്ടുള്ള എവിടെയാണ്? ഇന്ത്യയിലായിരുന്നു അല്ലേ, ന്യൂഡൽഹിയിൽ. വർഷം ഏതാ? 1951. പിന്നെ 1982 നടന്നിട്ടുണ്ട്, അതും ന്യൂഡൽഹിയിൽ തന്നെയാണ്. അപ്പോൾ 5 മാറിയിട്ട് 8, 1 മാറിയിട്ട് 2, അത് ഓർമ്മ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ, അത് 2018 പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യ പോലെ തന്നെ ഇന്തോനേഷ്യ ആലോചിക്കാം. പിന്നെ എന്താ 4 വർഷത്തിന് ശേഷം എന്താ നമ്മുടെ കോഡ്? ഹായ് ഡോറ എന്നുള്ള കോഡായിരുന്നു. ഓർമ്മ കിട്ടുന്നുണ്ടോ? അടുത്തത് ഏതാ നമ്മൾ പഠിച്ചേ? ഫിഫ വേൾഡ് കപ്പ് പഠിച്ചു. ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുട്ബോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോളിൻ്റെ ഷേപ്പായിട്ടുള്ള ഒരു 0 തന്നെയാണ് അതിൻ്റെ വർഷം വരുന്നത്. 1930 30-നകത്തുള്ള 0 കേട്ടോ. എവിടെയാണ് നടന്നിട്ടുള്ള ആദ്യമായിട്ട്? ഉറുഗ്വേയിലാണ്, വിന്നേഴ്സ് ഉറുഗ്വേ ആണ്. ഓക്കെ, എങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നേ? അതായത് ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് നല്ല എനർജിയൊക്കെ വേണം അല്ലേ. അപ്പോൾ നമുക്ക് ബാർബിക്യൂ ഒക്കെ കഴിക്കണം എന്ന് ആലോചിക്കാം. അപ്പോൾ ബാർബിക്യൂവിൻ്റെ ഷോർട്ട് ഫോം എന്നുള്ള രീതിയിൽ BRQ എന്നുള്ള രീതിയിൽ ആലോചിക്കുക, BRQ.
ഓക്കെ. അപ്പോൾ 2014 ബ്രസീൽ, 2018 റഷ്യ, 2022 ഖത്തർ. ഓരോ 4 വർഷം കൂടുമ്പോഴല്ലേ. അപ്പോൾ ഒരു BRQ വന്നു ആണ് നമ്മുടെ ഇംഗ്ലീഷിലെ കേം എന്ന് പറഞ്ഞാൽ C എന്ന് പറയുന്നത് കാനഡ, പിന്നെ A എന്ന് പറയുന്നത് അമേരിക്കയാണ്, ME എന്ന് പറയുന്നത് മെക്സിക്കോ ആണ്. ഓക്കെ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ആലോചിക്കാൻ. നിങ്ങളൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കുക കേട്ടോ. കാരണം ഇനിയുള്ള നമ്മുടെ PSC എക്സാംസിന് ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. 2022 2020 തന്നെ വരണം എന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.